മലയാള ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് 5 പതിറ്റാണ്ടുകാലം സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ പ്രശസ്ത ഗാനരചയിതാവും ധ്യാനഗുരുവും സാഹിത്യകാരനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ വി.സി. സ്വർഗസമ്മാനത്തിനായി യാത്രയായി. 77 വയസ്സായിരുന്നു. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം അടിച്ചിറ പ്രീസ്റ്റ് ഹോമിൽ വെച്ചാണ് നിത്യസമ്മാനത്തിനായി യാത്രയായത്. വിൻസെൻഷൻ സഭയുടെ സെന്റ് ജോസഫ് പ്രൊവിൻസ് അംഗമായ അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകൾ ജൂൺ 18 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് വിശുദ്ധ കുർബാനയോടെ അടിച്ചിറ പരിത്രാണ ധ്യാന കേന്ദ്രത്തിൽ ആരംഭിക്കും. 1948 സെപ്റ്റംബർ 6-ന് ദേവസ്യ ഏലി ദമ്പതികളുടെ മകനായി ജനിച്ച മൈക്കിൾ അച്ഛൻ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ദൈവവിളി സ്വീകരിച്ചത്. 1974 ഡിസംബർ 19-ന് അഭിമന്യ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. 1990-ൽ അദ്ദേഹം ആരംഭിച്ച ലോഗോസ് ധ്യാനം ലക്ഷക്കണക്കിന് ആളുകളെ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. 1995-2000 കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശത്തുമായി ഏറ്റവും കൂടുതൽ വൈദിക സന്യാസിനി ധ്യാനങ്ങൾ നയിച്ചവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. വിൻസെൻഷൻ സഭയിൽ നിന്ന് വചനപ്രഘോഷണത്തിനായി ആദ്യമായി വിദേശത്തേക്ക് യാത്ര ചെയ്ത വൈദികനും അദ്ദേഹമാണ്. മലയാള ക്രൈസ്തവ ഭക്തിഗാന ചരിത്രം ഫാദർ മൈക്കിൾ പനച്ചിക്കലിനെ മാറ്റി നിർത്തി വായിക്കാനാവില്ല. 1976-ൽ ഡോക്ടർ KJ യേശുദാസ് ആലപിച്ച നിത്യത തീർക്കുന്ന നിമിഷങ്ങളിൽ എന്ന ഗാനത്തോടെ ആരംഭിച്ച യാത്ര 50 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് അച്ഛൻ്റെ വിയോഗം. ഏകദേശം 700ഓളം ഗാനങ്ങൾ അച്ഛൻ രചിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള കത്തോലിക്കർക്ക് പരിചിതമായ വചനോത്സവം മാസികയുടെ ഫൗണ്ടർ എഡിറ്ററാണ് അദ്ദേഹം. പാം ചിക്കൻ എന്ന തൂലികാനാമത്തിൽ അദ്ദേഹം നിരവധി കഥകളും നോവലുകളും രചിച്ചിട്ടുണ്ട്. ദീപിക ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച സൂര്യഗ്രഹണം എന്ന നോവൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. ലോപസന്ധി, കമണ്ടലു ഉൾപ്പെടെയുള്ള നാടകങ്ങളും അദ്ദേഹം രചിച്ചു. 2011-ൽ കത്തോലിക്ക സഭയുടെ സമ്പൂർണ്ണ ബൈബിൾ സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് ഡിജിറ്റൽ രൂപത്തിൽ പ്രചരിപ്പിച്ചതും അദ്ദേഹമാണ്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, ക്രിസ്തു പരമാർത്ഥം, ദ ട്രൂത്ത് ബിയോണ്ട് അറ്റോണമെന്റ് തുടങ്ങി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. താമരശ്ശേരി രൂപതയുടെ കാറ്റക്കിസം ടെക്സ്റ്റായ സത്യങ്ങളും വസ്തുതകളും അച്ഛൻ്റെ സംഭാവനയാണ്. സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ടെക്സ്റ്റ് തയ്യാറാക്കിയ കമ്മിറ്റിയിൽ അംഗമായിരുന്ന അദ്ദേഹം കുർബാന ഗീതങ്ങളുടെ രചനയിലും പങ്കാളിയായി. പാലാ മൈനർ സെമിനാരിയിലും ആലുവ വിദ്യാഭവനിലും സ്പിരിച്വൽ ഫാദറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുഡ്നസ് മീഡിയ അവാർഡ്, വിൻസെൻഷൻ ജനറലേറ്റിന്റെ ലൂമിനസ് അവാർഡ്, KCBC അവാർഡുകൾ എന്നീ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും അച്ഛന് ലഭിച്ചിട്ടുണ്ട്.